പശ്ചിമ ബംഗാളിൽ ആർക്കും തന്നെ വീഴ്ത്താൻ സാധിക്കില്ല എന്നതിന്റെ ലേശം അഹങ്കാരം മമതാ ബാനർജിക്കുണ്ടായിരുന്നു. ആ അഹന്ത ബി.ജെ.പിക്ക് മുന്നിൽ തകർന്നടിഞ്ഞതോടെ ഇനി കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും രാഹുൽ ഗാന്ധിയെയും അംഗീകരിക്കാമെന്ന തീരുമാനത്തിലേക്കാണ് മമത എത്തി നിൽക്കുന്നത്. നേരത്തെ ഒരു ദശാബ്ദത്തിലധികം മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നതോടെ കോൺഗ്രസിനെ അടക്കം പുച്ഛിക്കുന്ന നിലപാടായിരുന്നു മമതയിൽ നിന്നും ഉണ്ടായത്. ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ ബി.ജെ.പി കളം പിടിക്കുമെന്ന മുന്നറിയിപ്പ് വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് നൽകിയതാണ്. എന്നാൽ അത് കണ്ടില്ലെന്ന് നടിക്കുക മാത്രമല്ല, കോൺഗ്രസിനെ അപ്പാടെ ബംഗാളിൽ നിന്നും തൂത്തെറിയുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഏറ്റുവാങ്ങിയതോടെ ഇപ്പോൾ കോൺഗ്രസിൽ അഭയം പ്രാപിക്കുകയാണ് മമതയും ടി.എം.സിയും. എന്നാൽ കിട്ടിയ അവസരത്തിൽ മമതയ്ക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. അധികാരത്തിലിരുന്നപ്പോൾ പ്രതിപക്ഷ ഐക്യത്തെ പുച്ഛിക്കുകയും ഇപ്പോൾ അധികാരം കൈമോശം വന്നപ്പോൾ പ്രതിപക്ഷ ഐക്യത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന നിലപാടിനെയാണ് കോൺഗ്രസ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയ പ്രതിപക്ഷ ആഹ്വാനമാണ് ഒറ്റ ദിവസത്തിൽ തന്നെ പാളിയത്. കോൺഗ്രസും ഇടതു പാർട്ടികളും മമതയുടെ ആഹ്വാനം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ശനിയാഴ്ച ബി.ജെ.പി നേതാവ് സുവേന്ദു അധികാരി ബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെയാണ് മമതാ ബാനർജി പ്രതിപക്ഷ ഐക്യത്തിനായി വീഡിയോ സന്ദേശം പുറത്തുവിട്ടത്. ബി.ജെ.പിയാണ് തങ്ങളുടെ മുഖ്യ ശത്രുവെന്നും അവർക്കെതിരെ വിദ്യാർത്ഥി സംഘടനകളും NGO-കളും അതിതീവ്ര ഇടതുപക്ഷങ്ങളും ഒന്നിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ അഴിമതിക്കാരും ക്രിമിനലുകളുമായി യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന് CPM ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം വ്യക്തമാക്കി. തന്റെ ഭരണകാലത്ത് ജനാധിപത്യത്തെ അപകടത്തിലാക്കിയ മമതയുമായി സഖ്യത്തിനില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി സ്വപൻ ബാനർജിയും പറഞ്ഞു. മുമ്പ് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച മമത ഇപ്പോൾ സഹായം അഭ്യർത്ഥിക്കുന്നത് വിശ്വസിക്കാനാവില്ല എന്നാണ് സംസ്ഥാന കോൺഗ്രസ് വക്താവ് സൗമ്യ ഐച്രോയ് പ്രതികരിക്കുന്നത്. 2016 സഖ്യത്തെ മമത അധിക്ഷേപിച്ച കാര്യം മറക്കാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. സമീപകാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 294 സീറ്റുകളിൽ 207 എണ്ണം നേടിയാണ് ബി.ജെ.പി അധികാരത്തിലെത്തിയത്. ടി.എം.സിക്ക് 80 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. കോൺഗ്രസ് 2ഉം ഇടതുമുന്നണി 1 സീറ്റും കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരാനാകാത്ത വിധം ടി.എം.സി തകർന്നു. നേരത്തെ ഇന്ത്യ സഖ്യം രൂപീകരിച്ചപ്പോൾ സംശയദൃഷ്ടികളോടെ നോക്കിയവരിൽ ഒരാളായിരുന്നു മമതാ ബാനർജി. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ തലവനായപ്പോൾ അത് അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ മമത തന്നെ വാഴിക്കണമെന്നാണ് പറഞ്ഞത്. ഇത് പക്ഷേ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ തള്ളി. എന്നാൽ പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കരുത്ത് തെളിയിച്ചതോടെ മമത പതിയെ രാഹുൽ ഗാന്ധിയെ അംഗീകരിച്ചതും നമ്മൾ കണ്ടു. എന്നാൽ ബംഗാളിനുള്ളിൽ ആ ഐക്യം ടി.എം.സി മറന്നു. കൂടെ നിർത്തേണ്ടതിന് പകരം കുതികാൽ വെട്ടുകയാണ് ടി.എം.സി കോൺഗ്രസിനോട് ചെയ്തത്. ഈ വൈരാഗ്യം ഇന്നും മനസ്സിൽ വെച്ച് നടക്കുന്ന കോൺഗ്രസ് മമതയുടെ ക്ഷണം പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. ബംഗാളിൽ കാഴ്ചവെക്കുന്ന മികവ് ഒന്നും ഇന്ത്യ മഹാരാജ്യത്ത് നടക്കില്ലെന്ന് മനസ്സിലാക്കിയ ടി.എം.സി വീണ്ടും രാഹുലിന്റെ നായകത്വം തന്നെ അംഗീകരിക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കളിൽ ചിലർക്കും മമത ഇന്ത്യ ബ്ലോക്കിന്റെ തലപ്പത്ത് വരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പിന്നീട് അവരും രാഹുലിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അന്ന് മമതയെ വാഴിക്കണമെന്ന് പറയുന്നവർ മനഃപൂർവ്വം വിസ്മരിച്ച ചില ഘടകങ്ങളുണ്ട്. സത്യത്തിൽ ബംഗാൾ മാത്രമാണോ ഇന്ത്യ എന്ന യാഥാർത്ഥ്യം ഈ നേതാക്കൾ മറക്കുകയാണ്. കഴിഞ്ഞ 13 വർഷമായി ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ് എന്നതുകൊണ്ട് മാത്രം നരേന്ദ്രമോദി നയിക്കുന്ന NDA-ക്കെതിരെ നിലകൊള്ളുന്ന ഇന്ത്യ മുന്നണിയുടെ നായികയാവാൻ മമതയ്ക്ക് കഴിയുമോ എന്ന ചോദ്യം $1 മില്യൺ ക്വസ്റ്റ്യൻ തന്നെയാണ്. മമത നേരിടുന്ന ആദ്യ വെല്ലുവിളിയും അതുതന്നെ. ബംഗാളിലെ 42 ലോക്സഭാ സീറ്റുകളിൽ മുഴുവൻ പിടിച്ചാലും അത് ഇന്ത്യ എന്ന വലിയ രാഷ്ട്രത്തിന്റെ 1/4 പോലും ആകുന്നില്ല. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ചലനമുണ്ടാക്കാൻ കഴിയുന്ന പാർട്ടിയായ ബി.ജെ.പിയെയാണ് മമത നേരിടുന്നത്. ഇന്ത്യയിലെ ഓരോ ഗ്രാമത്തിലും പിടിയുള്ള സ്വയം സേവകരുടെ കൂട്ടായ്മയായ RSSന്റെ പിന്തുണയാണ് ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ശക്തി. ഇത്തരമൊരു എതിരാളികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ കളം പിടിക്കാൻ ഒരു സംസ്ഥാനത്തിന്റെ പിന്തുണ മാത്രം മതിയാകില്ല എന്ന് ഇനിയെങ്കിലും മമത തിരിച്ചറിയേണ്ടതുണ്ട്.